അഞ്ചുതെങ്ങിൽ നിന്ന് തൊഴിൽ തേടി വിദേശത്ത് പോയി യുദ്ധഭൂമിയിൽ അകപ്പെട്ടവരെ തിരികെ എത്തിക്കുവാൻ ശ്രമം നടക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ റഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ്. സംഭവം ആശങ്കാജനകമെന്ന് യുവാക്കളുടെ ബന്ധുക്കളെ അഞ്ചുതെങ്ങിലെത്തി സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രദേശത്ത് നിന്ന് തൊഴിലന്വേഷിച്ച് വിദേശത്ത് പോയ 3 യുവാക്കൾ അവിടെ യുദ്ധഭൂമിയിൽ അകപ്പെട്ടുപോയ സംഭവം വളരെ ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ കൊണ്ടുപോയ ചില വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾ, ആ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് എതിരായിട്ടുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. CBI അടക്കം ഈ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവരെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ റഷ്യൻ എംബസിയും ഈ കാര്യത്തിൽ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും റഷ്യയിലുള്ള ഇന്ത്യൻ സ്ഥാനപതി, ആ സ്ഥാനപതിയുമായിട്ട് ടെലിഫോണിൽ ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ, ആ വിവരങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. യുവാക്കളുടെ വിവരങ്ങൾ ഇന്ത്യൻ എംബസി റഷ്യൻ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ റഷ്യയിലെത്തിയ ഏകദേശം 20 പേരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട്. യുവാക്കളെ കൊണ്ടുപോയ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിക്കെതിരായ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. CBI അന്വേഷണം തുടങ്ങിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. എല്ലാവിധത്തിലുള്ള സമ്മർദ്ദവും ആ കാര്യത്തിൽ ആ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ നിന്ന് പോയിട്ടുള്ള മറ്റു ചില ആളുകൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവരെയും തിരിച്ചെത്തിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ. ഈ 3 പേര് കൂടാതെ മറ്റ് ഇന്ത്യക്കാരുണ്ടോ? ഉണ്ട്. റഷ്യയിലേക്ക് ഇങ്ങനെ പോയ ഏതാണ്ട് 10-20ഓളം ആൾക്കാരുടെ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഇനിയിപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. മറ്റൊന്ന്, മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഏജൻസികൾ ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? അതൊക്കെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഏജൻസികളുടെ ഇതിൽ പെട്ടുപോകുന്നത്, ഇതൊക്കെ അന്വേഷിച്ച് അവർക്കെതിരായിട്ടും ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ എന്തൊക്കെ സ്വീകരിക്കാമോ ആ നടപടികളും സ്വീകരിക്കും. ഇനി ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെടാതിരിക്കുവാൻ യുവാക്കൾ ജാഗ്രത പാലിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. ഭാരത് വിഷൻ, അഞ്ചുതെങ്ങ്.